ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാസ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ജൂലൈ 1-ാം തീയതി മുതൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിന് ഫീസിൽ വൻ മാറ്റങ്ങളാണ് സർക്കാർ വരുത്തിയിട്ടുള്ളത്. അതായത് ഫീസ് ഉയർത്തുകയാണ് ചെയ്തത്, കുറക്കല്ല ചെയ്തിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിലവിലുള്ള ഫീസിൽ നിന്നും എത്രയാണ് ഗവൺമെന്റ് ഉയർത്തിയിട്ടുള്ള ചാർജ് എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് വലിയ ആളുകൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ അഥവാ 15 വയസ്സ് കഴിഞ്ഞാൽ വലിയ ആളുകളുടെ ചാർജാണ് വരിക. 15,000, 18,000, പിന്നെ 20, 25,000, 50,000 ഒക്കെ ഒരേ ചാർജ് തന്നെയാണ്. അപ്പോൾ വലിയ ആളുകൾക്ക് ഞാൻ അങ്ങനെ പറയാൻ കാരണം 18 കഴിഞ്ഞാലാണ് പൊതുവെ ആളുകൾ വിചാരിക്കും വലിയ ആളുകളുടെ ചാർജ് വരുള്ളൂ. അതായത് 15 വയസ്സ് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ വലിയ ആളുകളെ ചാർജ് തന്നെ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളിരുന്ന് ഈടാക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിലവിൽ 1,500 രൂപയുണ്ടായിരുന്ന വലിയ ആളുകളുടെ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴുള്ള ഫീസ് 2,500 ആയിട്ട് കൂട്ടി. അതായത് ഒറ്റയടിക്കാണ് 1000 രൂപയുടെ വർധന വന്നത്. 1,500 കഴിഞ്ഞാൽ അവിടെ 2,000-ന്റെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ സർക്കാർ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തില്ല, നേരെ 2,500-ക്കാണ് പോയത്. അതായത് 1000 രൂപയുടെ വർധന ഒറ്റയടിക്ക് വന്നു. ഓക്കെ, നല്ല മാറ്റമാണ് വന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിൽ നിന്നൊക്കെ 4-5 ആളുകൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിൽ 5,000 രൂപയുടെ വർധനവായി ആലോചിച്ച് നോക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, അതായത് 1 മുതൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ മൈനർ പാസ്പോർട്ട് ആവുമ്പോൾ അവരെ ചാർജ് നിലവിൽ 1000 രൂപയായിരുന്നു, അത് 1,750 രൂപയാക്കി. അഥവാ 750 രൂപയുടെ വർധനമാണ് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒറ്റയടിക്കാണ് 750 രൂപ കൂട്ടിയത്. അവിടെ തന്നെ 1,500, ഒരു 500 അല്ല, 500 ആണെങ്കിലും നമുക്ക് താങ്ങാമായതെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട്, ഗവൺമെന്റ് അടിച്ചു വിട്ടു. എന്താ ചെയ്ത് 750 ആക്കി, 1,750 രൂപ. വളരെ സങ്കടകരമായ വസ്തുത എന്താ വെച്ചാൽ എമർജൻസി പാസ്പോർട്ട് എടുക്കുമ്പോഴാണ് കൈ പൊള്ളുക, കീശ കാലിയാവും. അതായത് നിലവിൽ എമർജൻസി പാസ്പോർട്ടിന് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ 3,500 രൂപയായിരുന്നു. അതെന്ത് ചെയ്തു, 5,000 രൂപയാക്കി. അതായത് നമുക്കൊരു എമർജൻസി പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഇനി നമ്മൾ 5,000 രൂപ ചെലവാക്കണം. ഇത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചാർജുകളൊക്കെ എന്താണ്, നമ്മൾ ഓൺലൈനായി അപേക്ഷ കൊടുക്കുമ്പോൾ അഥവാ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ഫീസാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം, പാസ്പോർട്ട് ഒന്നും കൂടുതൽ ആളുകളും സ്വന്തമായിട്ട് ചെയ്യില്ല, അതൊക്കെ അങ്ങനത്തെ ഏതെങ്കിലും സെന്ററുകളെയാണ് ഏൽപ്പിക്കുക. അപ്പൊ അന്നേരം ഓൺലൈനായിട്ട് ചെയ്ത സെന്ററുകളെ ഏൽപ്പിക്കുമ്പോൾ അവരെ സർവീസ് ചാർജുകൾ അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, അത് പല സർവീസ് സെന്ററുകളും അതിനനുസരിച്ച് വാങ്ങുന്നതാണ്, അതൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1000 ഉള്ളത് 1,750 ആയി, 1,500 ഉള്ള 2,500 ആയി, 3,500 ഉള്ള എമർജൻസി അഥവാ തൽക്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അപ്പൊ നമുക്കൊരു തൽക്കാൽ പാസ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി പാസ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ 5,000 രൂപ മുടക്കണം എന്നർത്ഥം. നല്ല ഭീമമായ ഒരു മാറ്റമാണ്, നല്ലൊരു ചാർജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാസ്പോർട്ടിന്റെ വിഷയമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ആളുകൾ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന നേരത്താണ് എമർജൻസി പറയുമ്പോൾ തന്നെ നമ്മൾ ഓടി വരിക, അന്നേരം നമ്മൾ 5,000 രൂപ അടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യുക, പാസ്പോർട്ട് എടുത്ത് ഒന്ന് മുൻകൂട്ടി എടുത്തു വെച്ചാൽ കുറച്ച് ക്യാഷ് 2,500 രൂപ ലാഭം കിട്ടും എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? അതുപോലെ പുതുക്കാനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് പുതുക്കി വെക്കുക. അതല്ലാതെ നമ്മൾ വിസ വന്നിട്ടുണ്ട് നാളെ തന്നെ കയറണം എന്ന് പറയുമ്പോൾ ഓടി വരും. അപ്പൊ നമ്മൾ എമർജൻസി പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കും, അന്നേരം എന്താ ഉണ്ടാവുക, നമ്മൾ ഈ 5,000 രൂപ അടക്കേണ്ടി വരും, നമ്മളെ പോക്കറ്റിലെ ക്യാഷ് വെറുതെ കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത് നിലവിൽ വന്നിട്ടുണ്ട്. 1-ാം തീയതി മുതൽ നിലവിൽ വന്നു. നമ്മൾ ചെയ്ത പാസ്പോർട്ടിനൊക്കെ ഈ ചാർജ് വരുന്നുണ്ട്. പല ആളുകളും അത് അങ്ങനെ ഒരു അഭ്യൂഹമായിരിക്കും, ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു, അപ്പൊ അത്ര ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, അത് കൂടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും അത് എഫക്റ്റ് ആയിട്ടുണ്ട്. അതായത് ചാർജ് സൈറ്റിൽ വന്നു, ഇപ്പൊ ഞാനൊക്കെ ചെയ്തപ്പോൾ ആ എമൗണ്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നൗസലാം ടെക് വട്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.